ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദ്ദർസുൽ ഖാമിസ്, പാഠം 5 ആണ് അല്ലേ? അമ്മത്തിൽ ഉമ്മു. ഉമ്മ എന്ത് ചെയ്തു? ഇമാമു നിന്നു അല്ലേ? ഓക്കെ. അപ്പോൾ ഈ പാഠത്തിന്റെ ഈ ഹെഡിങ്ങിന്റെ ലാസ്റ്റ് ഭാഗത്ത് വരുന്നില്ല അമ്മത്തിൽ ഉമ്മു അല്ലേ? വരുന്നു. യഖിലത്തിൽ ഉമ്മു, ഉമ്മ എന്ത് ചെയ്തു? ഉണർന്നു. അപ്പൊ യഖിലത്തിന യഖിലത്ത് എന്ന എങ്ങനെ പറയാ? തീന പറയാ? യഖിലത്ത്. കൂട്ടി പറയുമ്പോഴോ? യഖിലത്തി എന്ന് പറഞ്ഞ കൂട്ടിയപ്പോ കൂട്ടണം. യഖിലത്തിൽ ഉമ്മു, ഉമ്മ ഉണർന്നു. എപ്പോഴാ ഉണർന്നത് പറയൂ? ഖബൽ ഫജ്ർ എന്നാല് ഫജ്റിന്റെ മുമ്പ്, സുബഹിന്റെ മുമ്പ് ഉണർന്നു അല്ലേ? എന്നിട്ടോ അങ്ങനെ എന്താ ചെയ്തത്? നിസ്കരിച്ചു. ഏത് നിസ്കാരം നിസ്കരിച്ചത്? നോക്ക്, ശ്രദ്ധിക്കില്ല, ചില കുട്ടികളെ പാഠത്തിൽ ശ്രദ്ധിക്കില്ല. സ്വലാത്ത് തഹജ്ജുദ്. ഏത് നിസ്കാരം? ഇശാന്റെ ശേഷം നമ്മൾ ഉറങ്ങിയിട്ട് ഉണർന്ന് നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ പേരാണെന്ത്? തഹജ്ജുദ്. ഉറങ്ങിയതിനു ശേഷം ഉണർന്ന് നിസ്കരിക്കുന്ന നിസ്കാരമാണെന്ത്? തഹജ്ജുദ്. സുബഹിന്റെ മുമ്പായിരിക്കണം. പിന്നെ അടുത്തത് പിന്നെന്ത് ചെയ്ത്? അവരെന്ത് ചെയ്തു? ഉമ്മ എന്ത് ചെയ്തു? ഉണർത്തി. ഉണർത്തി, വിളിച്ചുണർത്തി. ആരെ? അതിന്റെ മുന്നേ ഒരു വാക്കുണ്ടല്ലോ, ഇബ്നുൻ ഇബ്നത്തുൻ അല്ലേ? ഇബ്നു എന്ന് പറഞ്ഞാൽ ആൺകുട്ടി, ഇബ്നത്തുൻ എന്ന് പറഞ്ഞാലോ അപ്പൊ ഇബ്നതൈഹ, അവളുടെ 2 പെൺകുട്ടികളെ. ആ 2 പെൺകുട്ടിയുടെ പേരെന്താണ്? ലബീബത്തു വജുമാനത്തു. അവർ 2 പേരും എന്ത് ചെയ്തു? ഉണർന്നു. എവിടുന്നാ ഉണർന്നത്? സ്വപ്നത്തിൽ നിന്നാ? ഉറക്കിൽ നിന്ന്. നൗം പറഞ്ഞ അസ്സലാത്തു ഖൈറും മിനൻ നൗം കേട്ടില്ലേ? നിസ്കാരം ഉറക്കിനേക്കാൾ ഖൈറാണ് അല്ലേ? എങ്ങനെയാ ഉണർന്നത്? ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ തദ്കുറാനില്ലാഹ്, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ടാണ് അവരെന്ത് ചെയ്തത്? അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ്, സ്മരിച്ചുകൊണ്ടാണ് അവര് ഉറക്കിൽ നിന്ന്. അപ്പൊ നമ്മളും അങ്ങനെ ആയിരിക്കണം. ഓക്കെ. പിന്നെ അവർ 2 പേരും എന്ത് ചെയ്തു? വൃത്തിയാക്കി. അവർ 2 പേരും വൃത്തിയാക്കി. സിന്നിലെ സിന്നിലെ എന്താണ്? അസ്നാന്. അവർ 2 പേരും അസ്നാന. അവർ 2 പേരും അവർ 2 പേരും പല്ലുകൾ വൃത്തിയാക്കി. എന്തുകൊണ്ടാ പല്ല് വൃത്തിയാക്കിയത്? സോപ്പ് കൊണ്ടാ? ബിൽ ഫുർഷാത്തി. എന്താ ഫുർഷാത്ത് എന്നാല്? ബ്രഷ്. ബ്രഷ് മാത്രമേ ഉള്ളൂ. വൽ മാജൂനി, ഉമിക്കരി അല്ലേ? ഉമിക്കരി അല്ലേ? പേസ്റ്റ്. ഉമിക്കരി അല്ലേ? വൽ മാജൂനി, പേസ്റ്റ് കൊണ്ടും. ബ്രഷ് പേസ്റ്റ് കൊണ്ട്. പിന്നെയോ പിന്നെന്താ ചെയ്തത്? അവർ 2 പേരും എന്ത് ചെയ്തു? വുളൂ ചെയ്തു. പിന്നീട് തുറന്ന് എന്ത് ചെയ്താ? വുളൂ ചെയ്ത ഉടനെ എന്ത് ചെയ്ത്? അവർ 2 പേരും ഉയർത്തി. എന്താ ഉയർത്തിയത്? ഐദിയഹുമാ, 4 കൈകള്. 2 ആളുണ്ടാവുമ്പോ 4 കൈ ഉണ്ടാവൂലേ? ഐദിയഹുമാ, അവർ 2 പേരുടെയും കൈകൾ അവർ ഉയർത്തി. പിന്നെയോ വൈനൈഹിമാ, അവർ 2 പേരുടെയും 4 കണ്ണുകളെ, അല്ല ഈ 2 നയനങ്ങളെ, ഇരുനയനങ്ങളെ അല്ലേ? 2 കണ്ണുകളെ. അയ്യുനാണ് കണ്ണുകൾ എന്ന് പറഞ്ഞാൽ അയ്യുനഹുമ എന്ന് പറയാം.
ഇവിടെ എന്താണ് ഐനൈഹിമ, അവർ രണ്ടുപേരുടെയും രണ്ട് കണ്ണ്. അപ്പൊ 4 എണ്ണായി. ഓക്കെ. പിന്നെ എവിടുക്കാ ഉയർത്തിയത്? തട്ടിന്റെ പോൾക്കാ ഇലസ്സമായി. അപ്പൊ കണ്ണെങ്ങനെ ഉയർത്ത? എങ്ങനെ അല്ലേ? തല ഇങ്ങനെ കവുത്ത് ഉയർത്തേണ്ട ആവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ ഉയർത്താം അല്ലേ? ഇലസ്സമായി, ആകാശത്തേക്ക് അല്ലേ? ഇലസ്സമായാണ് മുകളിലേക്ക് നടത്തം കേട്ടോ. ആകാശത്തേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. മുകളിലേക്ക് നടത്തം. ഇലസ്സമായാല് ഫൗക്ക്, മുകളിലേക്ക്. ഇസ്തിഖ്ബാലിൽ ഖിബ്ലത്തി, കിബിലക്ക് പിന്നിട്ട് കൊണ്ടല്ല, കിബിലക്ക് മുന്നിട്ട് ഇങ്ങനെ. മനസ്സിലായില്ലേ? ഇസ്തിഖ്ബാലിൽ ഖിബ്ലത്തി. പിന്നെയോ തശ്ഹദാനി, രണ്ടുപേരും എന്താണ്? ആ ദുആ എന്താണ്? ബാങ്ക് ഉളുവിന്റെ ശേഷമുള്ള ദുആ എന്താണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين. അപ്പൊ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി രണ്ട് ഷഹാദത്തുമല്ലേ? അത് തശ്ഹദാനി എന്ന് പറഞ്ഞത്. തശ്ഹദാനി മാത്രമല്ല, പിന്നെന്താ പറഞ്ഞത്? അല്ലാഹുമ്മ ഇജ്അൽനി മിനൽ തവ്വാബീൻ, അല്ലാഹുവേ ഞങ്ങൾ തവ്വാബീങ്ങളിൽ ഉൾപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞേ. അതാണ് വതദുവാനി ബിമാ തഅല്ലമതാ, ജുമാനയും ലബീബയും പഠിച്ചിട്ടുള്ള ഒരു ദുആ അല്ലേ? ആ ദുആ ഖബലു, മുമ്പ് ചെറിയ ക്ലാസ്സിൽ അല്ലേ? നിങ്ങളിപ്പോൾ 5ാം ക്ലാസ്സിലല്ലേ? 5ാം ക്ലാസ്സിന് മുന്നേ പഠിച്ചിട്ടില്ലേ? ആ ദുആ. പിന്നെയോ വഅമ്മത്തിൽ ഉമ്മു, നമ്മളെ പാഠം അല്ലേ? വഅമ്മത്തിൽ ഉമ്മു, ഉമ്മ ഇമാമത്ത് നിൽക്കുകയും ചെയ്തു. ഏത് നിസ്കാരത്തിന്? ലിസലാത്തിൽ മുഹരി അല്ലേ? അപ്പൊ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ? എവിടെ കാണിച്ചുണ്ടോ? ലിസലാത്തി സുബ്ഹി, ലിസലാത്തി സുബഹിസ്കാരത്തിന്. പിന്നെയോ വസഫതാ, വസല്ലതാ, വസഫതാ ഒക്കെ പറയാം. അവർ രണ്ടുപേരും ലബീബയും ജുമാനയും എന്ത് ചെയ്തു? നിസ്കരിച്ചു അല്ല, അണിനിരന്നു അല്ലേ? വരി നിന്നു, രണ്ടുപേരും വരുന്നു. എവിടെ? ഖൽഫഹ എന്ന് പറഞ്ഞാൽ മുന്നിൽ, പിറകില്. വരിക്കല് ബാക്കിലാണല്ലേ ഇമാമിന്റെ? അപ്പോ ഖൽഫഹ എന്നാല് പുറകില്. ഓക്കെ. ഇനി വസല്ലൈന, അവർ 3 പേരും ഉമ്മയും ലബീബയും ജുമാനയും നിസ്കരിച്ചു. ഏത് നിസ്കാരം? സലാത്ത് സുബ്ഹി. എങ്ങനെ നിസ്കരിച്ചത്? ജമാഅത്ത് നിസ്കരിച്ച നമ്മൾ പഠിച്ചില്ലേ? തഫ്ദീൽ സ്വലാത്തു അല സ്വലാത്തില്ലദി യുസ്താഖു അല്ല, അത് വേറെ ഹദീസാണ്, അത് ഫിഖ്ഹിലാണ്. ഇതിന് പറഞ്ഞ ഇതിന് മുന്നത്തെ പാഠത്തിൽ പഠിച്ച ഹദീസ് മറന്നു അല്ലേ? മറന്നു അല്ലേ? മറക്കരുത്, ശ്രദ്ധിക്കുക. മറിക്കല്ല, ഇങ്ങോട്ട് ദിക്ക് നോക്ക് വെക്കല്ല കേട്ടോ. ഓക്കെ. സ്വലാത്ത് സുബ്ഹി ജമാഅത്തൻ പിന്നെന്താണ്? അപ്പൊ ജമാഅത്തായിട്ട് നിസ്കരിച്ചു അല്ലേ? ഒറ്റയ്ക്ക് നിസ്കരിക്കണമെങ്കിൽ എത്ര ഇരട്ടി കൂലി കിട്ടും? 70 അല്ല, 25 അല്ല, ബിസബഇ ദറജ എന്ന് പഠിച്ചിട്ടില്ലേ? 27 ഇരട്ടി. ആ ഹദീസ് മറന്നു നിങ്ങള്. അപ്പൊ പരീക്ഷയ്ക്ക് നിങ്ങള് അത് വന്നിട്ടുണ്ടെങ്കിൽ കുടുങ്ങിനി, വരാത്തോണ്ട് കഴിച്ചിലായി. ഓക്കെ. വഫിസ്സുബ്ഹി, സുബ്ഹി നിസ്കാരത്തിൽ കാനത്തിൽ ഉമ്മു, ഉമ്മ ആയിരുന്നു എന്ത് ചെയ്യുന്നു? സുബ്ഹി നിസ്കാരത്തിന് തഖ്നുതു, اللهم اهدني فيمن هديت وعافني فيمن عافيت وتولني فيمن توليت وبارك لي فيما أعطيت وقني شر ما قضيت. അവിടെ ഫൈനൊക്കെ അവിടെ നിൽക്കട്ടെ. വഹുമാ, അവർ 2 പേരും. ആരെ 2 പേര്? ലബീബയും ജുമാനയും. തുഅമ്മിനാനി, 2 പേരും എന്ത് ചെയ്യുന്നു? ആമീൻ ചൊല്ലുന്നു. ലിദുആഇഹ, അവരുടെ അവളുടെ ആരുടെ? ഉമ്മയുടെ പ്രാർത്ഥനക്ക്. ഉമ്മ ഖുനൂത്ത് ചെയ്യുന്നു, ഖുനൂത്തിൽ ദുആ ഇല്ലേ? ആ ദുആക്ക് ആരാമീൻ പറയുന്നു? വഫീ ഹാലത്തി സനായി ഫഇന്നക തഖ്ലി എന്ന് പറഞ്ഞിട്ട് സനായിന്റെ ഭാഗം ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ട് ആ അവസരത്തിൽ ഖറഅന, ഇത് അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്ടോ പെൻസിലുണ്ട്. ഖറഅന, അവർ അണ്ടർ ചെയ്തിട്ടുണ്ട് ഇല്ലേ? ഖറഅന, അവർ പാരായണം ചെയ്തു, അവർ ചൊല്ലി ഓതി.
ഓതി അല്ലേ? എന്താ ഓതിയത്? അസ്സനായ് ഫഇന്നക തഖ്ലി വലാ യുഖ്ളാ അലൈക വഇന്നഹു ലാ യദില്ലു മൻ വാലിദ വലാ യഅസ്സു മൻ നാദിത് തബാറക റബ്ബന വതആല ഫലക്കൽ ഹംദു അലാ മാ ഖളൈത് നസ്തഗ്ഫിറുക വനതൂബു ഇലൈക് അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സനായ് ചൊല്ലി അല്ലേ? അവരും ചൊല്ലി. മാൻ എങ്ങനെ? ഉമ്മയുടെ കൂടെ ഒരുമിച്ച്. മാ ഉമ്മിഹിമ അല്ലേ? മാൻ. വകാനത് ആദതുഹുന്ന അവരുടെ പതിവായിരുന്നു. ആരുടെ? ഉമ്മാന്റെയും ലബീബയുടെയും ജുമാനയുടെയും പതിവായിരുന്നു. ബഅദ സുബ്ഹി സുബ്ഹി നിസ്കാരത്തിന് ശേഷം. ബഅദ സലാത്തി സുബ്ഹി കണ്ടോ? അന്നഹുന്ന അവർ ഇഷ്യം അവർ എന്താക്കും? യഖറഅന യഖറഉ യഖറാനി യഖറഊന തഖറഉ തഖറാനി യഖറഅന അവർ ഖുർആൻ ഓതും. മിനൽ ഖുർആൻ യഖറഅന അവർ പാരായണം ചെയ്യും. മിനൽ ഖുർആനി ഖുർആനിൽ നിന്ന്. കുല്ല യൗമിൻ അവരുടെ എല്ലാ ദിവസവും. ജുസ്അൻ ഒരു ജുസ് ഒരു ഭാഗം. ഖുർആൻ 30 ഭാഗമല്ലേ? 20 പേജ് അല്ലേ? 10 കഷ്ണം അവർ ഓതും. അപ്പോൾ ഒരു മാസമാകുമ്പോൾ എന്ത് ചെയ്യും? ഖത്മുൽ ഖുർആൻ തീരും. ജുസ്അൻ. പിന്നെയോ സുമ്മ യശ്ഗൽന യശ്ഗലാനി യശ്ഗലൂന തശ്ഗലു തശ്ഗലാനി യശ്ഗൽന. പിന്നീട് അവർ വ്യാപൃതരാകും, മുഴുകും. എന്തിന്? ഫിൽ അഅ്മാലിൽ മൻസിലിയ വീട്ടുപണികളിൽ വീട്ടുജോലികളിൽ മുഴുകും. പിന്നെയോ വജുമാനത്തു ജുമാന തദ്റുസു പഠിക്കുന്നു. ഫിൽ ഖാമിസി 6ാം ക്ലാസ്സിൽ അല്ലേ? 5ാം ക്ലാസ്സിൽ. വലബീബത്തു ലബീബ തദ്റുസു യദ്റുസു യദ്റുസാന യദ്റുസുന തദ്റുസു ഹിയ തദ്റുസു അല്ലേ? അവൾ പഠിക്കുന്നു. ഫിസ്സഫി സാലിസി 3ാം ക്ലാസ്സിൽ. വഹുമാ അവർ രണ്ടുപേരും തദ്റുസാനി പഠിക്കുന്നു. ഫിൽ മദ്രസയിൽ ഇബ്തിദായിയ പ്രൈമറി മദ്രസയിൽ. സാനവിയ അല്ല, ഇബ്തിദായിയാണ്. പിന്നെ വതഹ്മുറാനി ദായിമൻ ഫിസ്സഫി അവര് രണ്ടുപേരും ഹാജരാകുന്നു. ഹാദിർ എന്ന് പറയില്ലേ? ഹാജിർ. അപ്പൊ ഹാജരാകുന്നു. ദായിമൻ പതിവായി. ദായിമൻ എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും കല്യാണം സൽക്കാരം ഗുണ പറഞ്ഞിട്ട് എന്ത് ചെയ്യില്ല? ക്ലാസ് ലീവ് ആക്കൂല, ഗായിബ് ആവൂല, ഹാദിറാകും. അവരെന്താവൂല? ഗായിബ് ആവൂല, ഹാദിർ. ഇപ്പൊ നമ്മൾ പറഞ്ഞൊക്കെ ഗായിബാണ് കേട്ടോ. ഏത്? സല്ല സല്ലയ സല്ലൗ സല്ലത്ത് സല്ലത്ത സല്ലൈന. പിന്നെ റഫാ റഫാ റഫഉ റഫഅത്ത് റഫഅത റഫഅന. അപ്പൊ ഇർഫഅ ഇർഫാനി ഇർഫഉന ഇർഫഅ ഇർഫാനി ഇർഫഅന തുടങ്ങിയിട്ട് മാദി മുദാരി എന്ത് ചെയ്തു? ഗായിബ് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹാദിറാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഹാദിറാണ്. ക്ലിയർ? അസ്സലാമു അലൈക്കും.